ഓറഞ്ചിൻ്റെ സീസണാണല്ലോ ഇപ്പം. അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ചുമാണ്, നല്ല റേറ്റും കുറവാണ്. 4 കിലോനൊക്കെ 100 രൂപ, അല്ല 5 കിലോന് 100 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് മിക്സിയിലൊന്നുമല്ല അടിച്ചെടുക്കുന്നത്, ഇതുപോലെ നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിതിലൊന്നിങ്ങനെ ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അല്ലിയും കുരുവൊക്കെ അതിൻ്റെ മേലെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇലക്ട്രിക്കിൻ്റെ ജ്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ മക്കൾക്കൊക്കെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം തീരെ വെള്ളം ചേർക്കാതെ നല്ല ജ്യൂസ് മാത്രമായിട്ട് കിട്ടുമല്ലോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ എല്ലാ ഓറഞ്ചും ഇതുപോലെ ഇങ്ങനെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് അല്ലിയൊക്കെ നമ്മൾ ഒരു അരിപ്പയിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ, എന്നാൽ നമുക്കൊരു വിശ്വാസമാണല്ലോ അതിൽ കുറച്ച് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കളയാനൊരു മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം ചെറിയ കുരുവൊക്കെ ആ ഒരു ഹോളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അധികം കുരുവൊന്നുമില്ല, 1-2 കുഞ്ഞു കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത 1.5 ഗ്ലാസ് ജ്യൂസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കതിലേക്കൊരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിൽ വെള്ളം, അതുപോലെ തന്നെ 4 കപ്പ് പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നത് അലിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നൂൽപ്പരുവൊന്നും ആവുന്നതല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചിട്ട് ആ പഞ്ചസാര ഒക്കെ ഒന്നിങ്ങനെ മെൽറ്റ് ആയാൽ മതി. ആ സമയത്തേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന 1.5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് അരമുറി ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നീരും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ജ്യൂസ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടും തിളപ്പിച്ചെടുക്കുകയാണ്. ചെറുനാരങ്ങ നീരും പഞ്ചസാരയും ആ ജ്യൂസും എല്ലാം കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചത് കോൺസെൻട്രേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ജ്യൂസാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര കുറച്ച് വെള്ളത്തിലേക്കല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കളർ ചേർത്തതാണ്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരു 1/3 കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് നൂൽപ്പരുവമോ കട്ടിയൊന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തൊരു ക്രിസ്റ്റലൈസ് ആയിട്ട് ഇങ്ങനെ വരും. ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എടുത്തു വെക്കാനായിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം, പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറുനാരങ്ങ നീര് മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കുറേ കഴിയുമ്പോൾ പുളിച്ചു പോവും. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് കുപ്പിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം 1.5 മാസത്തോളം നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ 1.5 മാസമൊക്കെ ആവാനായപ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലൊക്കെ വെച്ചാൽ ചിലപ്പം പുളിച്ചു പോകും. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. കാരണം നമ്മൾ അങ്ങനെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഉണ്ടാക്കി വെക്കണ്ട. അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെ ഓറഞ്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളവും കുറച്ച് ജ്യൂസും കൂടെ ഒഴിച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരവും അത്യാവശ്യത്തിന് കളറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ യാതൊരു കെമിക്കലില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ.